വെൽക്കം ടു നാറ്റമി. എല്ലാവർക്കും NIOS ഒക്ടോബർ ബാച്ചിന്റെ എക്സാം ഓറിയന്റേഷൻ ലൈവ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായിട്ട് ലൈവ് ക്ലാസ്സിലാണ്, എക്സാം ഓറിയന്റേഷൻ ലൈവ് ക്ലാസ്സിലാണ് നമ്മൾ ഉള്ളത് അല്ലെ. ഇപ്പോ ഈ ഒരു ക്ലാസ്സിലെ SSLCയിലെ ഇംഗ്ലീഷിലെ ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസുകളും ആൻസേഴ്സുകളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസുകളും ആൻസേഴ്സുകളുമാണ് നമ്മൾ പറയുന്നത്. അപ്പോ ഇത് രണ്ടാമത്തെ സെക്ഷൻ ആണ്. ഒന്നാമത്തെ സെക്ഷനിൽ നമ്മൾ സ്നൈക്ക് ബൈറ്റിന്റെയും അതുപോലെ കോണ്ടിബ എ ഹീറോ എന്നുള്ളതിന്റെയും ടൈഗർ കംസ് ടു ടൗൺ എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്ററിന്റെയും ഒക്കെ ക്വസ്റ്റ്യൻസുകളും ആൻസേഴ്സുകളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി പറയാനുള്ളത് ടൈഗർ കംസ് ടു ടൗൺ എന്ന് പറയുന്ന രണ്ടാമത്തെ ഭാഗത്തിന്റെ ക്വസ്റ്റ്യൻസുകളും ആൻസേഴ്സുകളുമാണ് ഈ ഒരു ലൈവ് ക്ലാസ്സിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ആദ്യമായി നമ്മൾ പറയാനുള്ളത്, നിങ്ങളോട് ലൈവ് ക്ലാസ് ആകുമ്പോൾ, എക്സാം ഓറിയന്റേഷൻ ലൈവ് ക്ലാസ് ആകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പേനയും നോട്ടും നിർബന്ധമാണ്. എന്തിനാണ്? നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോ എക്സാമിനൊക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിരിക്കും. ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ചാപ്റ്റർ 6 ആണ്, 6ാമത്തെ അധ്യായമാണ്. ടൈഗർ കംസ് ടു ടൗൺ എന്ന് പറയുന്ന ഈ ഒരു അധ്യായത്തില് രണ്ടാമത്തെ ഭാഗമാണ്. എന്താണ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന ഭാഗം ഒരു പോർഷൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും കൂടുതൽ റീഡിംഗ് സ്കില്ലിനെ കുറിച്ച്, നമ്മുടെ റീഡിംഗ് സ്കില്ലിനെ കുറിച്ച് അറിയാനും വേണ്ടിയാണ് ഇങ്ങനെ ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ പാസേജ് തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ തരാറുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പാരഗ്രാഫ്, തന്നിട്ടുള്ള പാരഗ്രാഫ് കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ താഴെയുള്ള ക്വസ്റ്റ്യൻസുകൾ ആൻസർ ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ്. അപ്പോൾ നേരെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, ഡു യു മീൻ ടു സേ യു ആർ ഗോയിങ് ഇൻ ആസ് യു ആർ വിത്തൗട്ട് ആംസ് ടു പ്രൊട്ടക്ഷൻ ദേ ആസ്ക്ഡ് ഹിം. അതായത് ഇവിടെ ഒരു ചെറിയ ടെക്സ്റ്റ് ബുക്കിലെ ചെറിയൊരു ഭാഗമാണ്, രണ്ട് കോൺവെർസേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ പറയുന്നത് ഒരു ആയുധമില്ലാതെയാണോ നിങ്ങൾ ആ ഒരു ടൈഗറിനെ പിടിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. ദേ ആസ്ക്ഡ് ഹിം, അവർ അദ്ദേഹത്തോട് ചോദിച്ചു. യെസ്, ദാറ്റ് ഇസ് വാട്ട് ഐ ആം ഗോയിങ് ടു ഡു. അങ്ങനെ പോകുന്നത് എന്താ പ്രശ്നം? ഞാൻ അങ്ങനെ തന്നെയല്ലേ പോകാറുള്ളത് എന്നുള്ള ഇതാണ്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വേർ ഡിഡ് ദ അബവ് കോൺവെർസേഷൻ ടേക്ക് പ്ലേസ്. ഈ ഒരു കോൺവെർസേഷൻ, ഈ ഒരു സംഭാഷണം നടക്കുന്നത് എവിടെയാണ് ഈ ഒരു സംഭാഷണം നടക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ലൊക്കേഷൻ, ദ കോൺവെർസേഷൻ ടുക്ക് പ്ലേസ് ഔട്ട്സൈഡ് ഓഫ് ദ ഹെഡ് മാസ്റ്റേഴ്സ് റൂം വേർ ദ ടൈഗർ ഈസ് ലോക്ക്ഡ്. ടൈഗറിനെ ലോക്ക് ചെയ്തിട്ടുള്ള ആ ഹെഡ്മാസ്റ്ററുടെ റൂമിന്റെ മുന്നിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു സംഭാഷണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വേർ ദ ദേ ബീയിങ് റെഫേർഡ്. ഇവിടെ ദേ എന്നതുകൊണ്ട്, അവർ ചോദിച്ചു എന്നതുകൊണ്ട് ആരെയാണ് ഇവിടെ അവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം, ദേ റെഫേഴ്സ് ടു ദ മെമ്പർ ഓഫ് ദ ടൈഗർ കമ്മിറ്റി. ടൈഗർ കമ്മിറ്റിയിലുള്ള അംഗങ്ങളെയാണ് ഇവിടെ ദേ എന്നതുകൊണ്ട് റെഫർ ചെയ്യുന്നത്. പ്രസംബ്ലിംഗ് ടൗൺ ഒഫീഷ്യൽസ് എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഹു വേർ ദേ ടോക്കിംഗ് ടു. അവർ ആരോടാണ് ഡിസ്കസ് ചെയ്യുന്നത്, അവർ ആരോടാണ് സംസാരിക്കുന്നത്? അതായത് ആ ടൈഗർ കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. ആരോടാണ്? ദേ ടോക്ക് ടു ദേ വേർ അഡ്രസ്സിംഗ് ദ മാസ്റ്റർ. മാസ്റ്ററോടാണ് സംസാരിക്കുന്നത്. മാസ്റ്റർ ആ ടൈഗർ കമ്മിറ്റിയിലെ അംഗങ്ങളൊക്കെ സ്കൂളിലേക്ക് വരികയും അവിടെ നിന്ന് അവർ ഡിസ്കസ് നടത്തുകയും അതിനുശേഷം ഹെഡ് മാസ്റ്റർ ഒരു ആയുധവും ഇല്ലാതെ നിരായുധനായിട്ടാണ് ടൈഗറിന്റെ റൂമിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്. അത് കണ്ടിട്ടാണ് ഈ ടൈഗർ കമ്മിറ്റിയിലെ സർക്കസ് കമ്മിറ്റിയിലെ ആളുകൾ ചോദിക്കുന്നത്, നിങ്ങൾ ഒന്നും ഇല്ലാതാണ് ആ ടൈഗറിന്റെ അടുത്തേക്ക് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അപ്പൊ അദ്ദേഹം പറയാണ്, എന്താ പ്രശ്നം അങ്ങനെ പോയിച്ചിട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് കൺസേൺ അബൌട്ട് ഹിസ് റിസ്കി അപ്രോച്ച്. ഇങ്ങനെ ഒരു റിസ്ക് ആയിട്ടുള്ള ഒരു പ്രവർത്തനം ചെയ്യുന്നതിനെ കുറിച്ച് അവർ ഉറപ്പിക്കുകയാണ്. ഇങ്ങനെ പോകണോ, ഇത് വേണ്ടേ എന്നുള്ള രീതിയിൽ അത് ടൈഗർ കമ്മിറ്റി അദ്ദേഹത്തോട് ചോദിക്കുകയാണ് എന്നുള്ളതാണ്. ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വൈ ഡിഡ് ദേ വാണ്ട് ടു നോ ഇഫ് ഹി വാസ് ഗോയിങ് അൺആംഡ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു നിരായുധനായിട്ടാണ് ടൈഗർ റൂമിൽ പ്രവേശിക്കുന്നത് എന്നുള്ള ഒരു കാര്യം അവർക്ക് അറിയണം, എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. ഓക്കെ, വൈ അബൌട്ട് അൺആംഡ് ദേ വാണ്ടഡ് ടു നോ ഇഫ് ഹി വാസ് എന്ററിംഗ് വിത്തൗട്ട് എനി വെപ്പൺസ്. ഒരു ആയുധമില്ലാതെ, തോക്കോ കത്തിയോ ഒന്നുമില്ലാതെ ടൈഗറിന്റെ അടുത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ ടൈഗർ എങ്ങാനും വിശന്നിരിക്കുകയാണെങ്കിൽ എന്താകും അവസ്ഥ? ഈ പ്രവേശിക്കുന്ന ആളെ കടിച്ച് കീറും. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമോ എന്ന് ഭയന്നിട്ടാകാം അവരെന്താകുന്നത് ഇങ്ങനൊരു ക്വസ്റ്റ്യനെ ടൈഗറിന്റെ മാസ്റ്ററോട് ചോദിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വൈ ഡു യു തിങ്ക് ഹി സെഡ് വി ഹാവ് നോ ടൈം ടു വേസ്റ്റ്. എന്തുകൊണ്ടാണ് അവർ പറയുന്നത് നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല, ഒരുപാട് സമയം വേസ്റ്റ് ആക്കാനില്ല, ടൈഗർ എങ്ങാനും വിശന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കഥ കഴിയുമെന്നുള്ള ഒരു സ്വരത്തിൽ അവർ സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കാനുള്ള കാരണം? നോട്ട് ടൈം ടു വേസ്റ്റ്, ദ മാസ്റ്റർ ലൈക്ലി felt urgency due to the tiger's well-being
or the need to resolve the situation quickly. അതായത് ആ ഒരു സാഹചര്യത്തെ മറികടക്കാനാണ് ടൈഗർ മാസ്റ്റർ ശ്രമിക്കുന്നത്. കാരണം ടൈഗർ ഇപ്പോ ആള് കൂളായിട്ടുള്ള ഒരു ടൈഗർ ആണ് നമ്മുടെ മുന്നിലുള്ളത്. കുറച്ച് കഴിഞ്ഞാൽ ഈ ടൈഗർക്ക് എന്താകും, ഭക്ഷണത്തിന് സമയമായി കഴിഞ്ഞാൽ ടൈഗർക്ക് പിന്നെ ഒന്നും ഓർമ്മയുണ്ടാകില്ല. ഓക്കെ, എല്ലാ ടൈഗറെയും നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ആകില്ല എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടുവരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ വാസ് ദ ടൈഗർ ഓൾ ദ ടൈം? ഈ സമയത്ത് മുഴുവനും ടൈഗർ എവിടെയായിരുന്നു? ദ ടെക്സ്റ്റ് മെൻഷൻ ദ ടൈഗർ വാക്കിംഗ് അബൌട്ട് after a very good stretch of sleep and heard voices outside. This implies he was likely resting in headmaster's room itself after entering earlier. Okay, നേരത്തെ ഹെഡ്മാസ്റ്ററുടെ റൂമിൽ പ്രവേശിച്ച ആ ടൈഗറെ നമ്മൾ ലോക്ക് ചെയ്യുന്നുണ്ട്. ടീച്ചർമാരും സ്കൂളിലെ അധ്യാപകരും എല്ലാം കൂടി ചേർന്നിട്ട് ടൈഗറിനെ ഹെഡ്മാസ്റ്ററുടെ റൂമിൽ വെച്ച് ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അന്നും ആ സമയം മുതൽ നമ്മുടെ ടൈഗർ എവിടെയുള്ളത്? ആ റൂമിൽ തന്നെ വിശ്രമിക്കുകയാണ് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതിലെ ഈ ഒരു ചാപ്റ്റേഴ്സിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? ദ ടൈഗർ മാസ്റ്റർ വാസ് ഓൾറെഡി നെർവസ്. ടൈഗർ മാസ്റ്റർക്ക് അല്ലെങ്കിൽ എന്താണ്, വളരെ ഭയമായിട്ട് തോന്നിയിട്ടുണ്ട്. വിച്ച് ആക്ഷൻസ് ഓഫ് ദ ടൈഗർ ഫർദർ ആഡഡ് ടു ഹിസ് ഫിയർ? ടൈഗറുടെ ഏതെല്ലാം പ്രവർത്തനങ്ങളായിരിക്കാം നമ്മുടെ ടൈഗർ മാസ്റ്റർക്ക് കൂടുതൽ ഭയമായി തോന്നിയിട്ടുണ്ടാവുക? ഹൈലൈറ്റിംഗ് ദ ഹെഡ്മാസ്റ്റേഴ്സ് ഫിയർ. ഹെഡ്മാസ്റ്ററുടെ പേടിക്കുള്ള കാരണങ്ങൾ ഇവിടെ എടുത്തു കാണിക്കാനാണ് പറയുന്നത്, ഹൈലൈറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ആൻസേഴ്സ് നോക്കാം. ടൈഗർസ് റോർ, ടൈഗറുടെ അലറൽ അല്ലേ? നമുക്കറിയാം, വിശന്നിരിക്കുന്ന ടൈഗറെയും അതല്ല വയറ് നിറച്ചിരിക്കുന്ന ടൈഗറെയും കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാകും. അവരുടെ ശബ്ദവും അവരുടെ പെരുമാറ്റവും അവിടുത്തെ എല്ലാ സാഹചര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ടൈഗറുടെ മാസ്റ്റർ ഇങ്ങനെ പറയാനുള്ള കാരണം. ടൈഗേഴ്സ് റോർ, ടൈഗർ ഇങ്ങനെ അലറുന്നുണ്ട്. ദ സഡൻ ലൗഡ് സൗണ്ട് സ്റ്റാർട്ടഡ് ദ ഹെഡ്മാസ്റ്റർ ഓൾറെഡി നെർവസ് ഡ്യൂ ടു ദ സിറ്റുവേഷൻ. ഈ ഒരു സാഹചര്യം കാരണം നമ്മുടെ ഹെഡ്മാസ്റ്റർ എന്താണ്, ഓൾറെഡി നെർവസ് ആണെന്നുള്ളതാണ്. സ്ക്രാച്ചിങ് ദ വാൾ, ചുമരിൽ ഇങ്ങനെ തന്റെ വിരൽ കൊണ്ട് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, വിൽ സീമിംഗ്ലി ഹാംലെസ്, കാണുമ്പോൾ പെട്ടെന്ന് തോന്നുന്നതാണ് ഹാം അത്ര ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ടൈഗർ വിശന്നിരിക്കുകയാണ് എന്നുള്ള ഒരു രീതിക്കാണ്. സോഫ്റ്റ് ഗ്രൗൾ, ഡിസ്പൈറ്റ് ബീയിങ് ഇന്റൻഡഡ് ആസ് റെസിഡൻസ്, the growl might have been interpreted as a threat by the already scared headmaster. Okay, then ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ ഹെഡ്മാസ്റ്ററുടെ പേടിക്കുള്ള കാരണം. ഹെഡ്മാസ്റ്റർ എന്തിനാണ് ടൈഗറെ വയലന്റ് ആകുമെന്ന് പേടിക്കാനുള്ള കാരണം എന്താണ്, അതിനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡിഡ് ദ ടൈഗർ വാണ്ട് ടു ടെൽ ദ ഹെഡ്മാസ്റ്റർ? ടൈഗർ എന്താണ് നമ്മുടെ ഹെഡ്മാസ്റ്ററോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ദ ടൈഗർ വാണ്ടഡ് ടു അഷ്വർ ദ ഹെഡ്മാസ്റ്റർ ദാറ്റ് ഹി വാസന്റ് ഗോയിങ് ടു ദ ടീം അല്ലെ? അതായത് നമ്മുടെ ടൈഗറിന് പറയാൻ ആഗ്രഹമുള്ള എന്താണ്, ഞാൻ ഒരിക്കലും എന്തെല്ലാം ഒരു ഉപദ്രവകാരിയല്ല എന്നുള്ള രൂപത്തിൽ ടൈഗർക്ക് സംസാരിക്കണമെന്നുണ്ട്. ദിസ് എവിഡന്റ് ഫ്രം ഹിസ് ഇന്റേണൽ തോട്ട്സ് ആൻഡ് അറ്റംപ്റ്റ് ടു കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ആ ടൈഗറുടെ ഇന്റേണൽ പ്രവൃത്തികളൊക്കെ ചിന്തകളൊക്കെ നമ്മളുടെ ഇങ്ങനെയാണ് നമ്മളെ അറിയിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ആ ടൈഗറിന്റെ തോട്ടിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു അധ്യായത്തിൽ ഈ ടൈഗർ കംസ് ടു ടൗൺ എന്ന് പറയുന്ന രണ്ടാമത്തെ ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അവിടെ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട ആൻസേഴ്സുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ അതെല്ലാം നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക, കൃത്യമായി സാറ് ആൻസർ തരുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരാണെങ്കിൽ ഇനി നമ്മുടെ നാഷണൽ അക്കാദമിയിലെ ഗ്രൂപ്പിലുള്ളവരാണ് നിങ്ങൾ എല്ലാവരും, ആണെന്ന് വിചാരിക്കുന്നു. അപ്പോ അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തന്നെ ചോദിച്ചാൽ അതിനുള്ള മറുപടി നമ്മൾ തരുന്നതാണ്. അതെല്ലാം കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഒരു അധ്യായമാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഏതായിരിക്കും ആ അധ്യായം? നമുക്ക് എല്ലാവർക്കും അറിയാം, ബർത്ത്ഡേ ലെറ്റർ എന്ന് പറയുന്ന അധ്യായമാണ് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നേരെ നമുക്ക് അതിന്റെ ആ ഒരു ഭാഗത്തേക്ക് പോകാം. ബർത്ത്ഡേ ലെറ്റർ എന്ന് പറയുന്ന അധ്യായമാണ്. ഈ ഒരു അധ്യായം എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ബർത്ത്ഡേ ലെറ്റർ എന്ന് പറയുമ്പോൾ നമ്മളുടെ ജവഹർലാൽ നെഹ്റു തന്റെ മകൾക്ക് ജയിൽവാസം അനുഭവിച്ചപ്പോ എഴുതുന്ന ലെറ്റർ ആണ്. ഏത് സമയത്താണ്? ഇന്ദിരാഗാന്ധിയുടെ മകളായിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ 13ാമത്തെ വയസ്സിൽ മകൾക്ക് എഴുതുന്ന കത്താണ് എന്ത് ബർത്ത്ഡേ ലെറ്റർ എന്ന് പറയുന്നത്. ആ ഒരു കത്തിൽ ഒരുപാട് സങ്കടങ്ങള് മകളെ അറിയിക്കുന്നുണ്ട്. ഒരുപാട് സങ്കടങ്ങള് ഈ കത്തിലൂടെ ജവഹർലാൽ നെഹ്റു മകളെ അറിയിക്കുന്നുണ്ട്. എല്ലാ ബർത്ത്ഡേക്കും എനിക്ക് ഗിഫ്റ്റ് തരാൻ സാധിക്കാറുണ്ടായിരുന്നു, പക്ഷെ ഈ ഒരു ബർത്ത്ഡേക്ക് അങ്ങനെ ഒന്നും സംഭവിക്കില്ല, ഇതിന് പറ്റില്ല, ഞാനിപ്പോ ജയിൽവാസം അനുഭവിക്കുകയാണല്ലോ എന്ന് ഒക്കെ വളരെ സങ്കടത്തോടു കൂടി ജവഹർലാൽ നെഹ്റു മകളോട് കത്തിലൂടെ അറിയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ജയിൽ വാസ് പണ്ഡിറ്റ് നെഹ്റു ഇംപ്രിസൺഡ് ബൈ ദ ബ്രിട്ടീഷ്? ബ്രിട്ടീഷുകാരുമായി സംബന്ധിച്ച്
ഏത് ജയിലിലായിരുന്നു നമ്മളുടെ നെഹ്റു ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളത്? The text tells us Nehru was imprisoned in Naini prison. Naini prisonലാണ് നെഹ്റു ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളത്. There is no explicit mention of the city, but historical context suggests this could Naini Central Prison in Allahabad, India. Okay, അലഹബാദിലാണ് ഈ ഒരു നൈനി prison എന്ന് പറയുന്ന ജയിൽ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, why was Pandit Nehru not able to send a gift to his daughter on her birthday? 13ാമത്തെ ബർത്ത്ഡേക്ക് തനിക്ക് ഒരു ഗിഫ്റ്റും തരാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? He couldn't send materials gift because he was imprisoned. അദ്ദേഹം ജയിൽവാസം അനുഭവിക്കുകയാണ്. അപ്പൊ ഈ ജയിലിൽ നിന്നിട്ട് ഞാൻ എന്ത് ഗിഫ്റ്റാണ് മകൾക്ക് തരേണ്ടത് എന്നൊക്കെ അതിലൂടെ ചോദിക്കുന്നുണ്ട്. വിത്ത് ലിമിറ്റഡ് ആക്സസ് ടു ദ ഔട്ട്സൈഡ് വേൾഡ്. ഓക്കെ, പുറം ലോകത്തേക്ക് എന്ത് കാര്യവും അയക്കണമെങ്കിൽ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ എന്നൊക്കെ കത്തിലൂടെ പറയുന്നുണ്ട്. വാട്ട് ഡിഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡിഡ് പണ്ഡിറ്റ് നെഹ്റു നോട്ട് ലൈക്ക് ടു ഡു? എന്ത് കാര്യം ചെയ്യാനാണ് നമ്മുടെ നെഹ്റുവിന് ഇഷ്ടമില്ലാത്തത് എന്നുള്ളതാണ്. ഓക്കെ, ഹി ഡിസ്ലൈക്ഡ് സർവൈസിംഗ് ആൻഡ് ഡോളിംഗ് ഔട്ട് ഗുഡ് അഡ്വൈസ്. ഹി പ്രിഫേർഡ് ഓപ്പൺ ഡിസ്കഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഐഡിയ ടുഗദർ. അതായത് കൂടുതൽ ഉപദേശങ്ങളൊന്നും ഈ ഒരു കത്തിലൂടെ തരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, നേരെ മറിച്ച് എനിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് എന്നൊക്കെ കത്തിലൂടെ അറിയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വൈ ഡിഡ് നെഹ്റു ഡിസ്ലൈക്ക് ലെക്ചറിംഗ്? എന്തുകൊണ്ടാണ് അധ്യാപനം നമ്മുടെ നെഹ്റു ഇഷ്ടപ്പെടാതിരുന്നത് എന്നുള്ളതാണ്. He believed discussion leads to greater truth than one-sided sermons. He valued shared exploration and questioning over dictating solutions എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, who according to Nehru has inspired millions of people to fight for freedom? സ്വതന്ത്ര സമരത്തിന് വേണ്ടി ഒരുപാട് മില്യൺസ് ആളുകളെ പോരാടിയിട്ടുണ്ട്. എന്ത് ഒരു കാര്യത്തെ ഇൻസ്പയർ ആയിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, Nehru refers to Mahatma Gandhi as a leader who has inspired millions in India freedom struggle. സ്വതന്ത്ര സമരത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻസ്പയർഡ് ആയിട്ടുള്ളത് മഹാത്മാഗാന്ധിയുടെ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന്റെ നേതൃത്വ പാഠത്തിലുമാണ്. ഓക്കെ, അത് മാത്രമല്ല, ഹി ഹൈലൈറ്റ്സ് ഗാന്ധിസ് ലവ് ഫോർ ദ സഫറിംഗ്സ്. അതായത് കൂടുതൽ വേദനകൾ അനുഭവിക്കുന്ന ആളുകളെ ഗാന്ധി ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ഹിസ് മെസ്സേജ് ഓഫ് ഫ്രീഡം ഓഫ് ഫോർ ദ ഒപ്രസ്ഡ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഈ ഒരു മെസ്സേജ് സന്ദേശം എന്ന് പറയുന്നത്, ഗാന്ധിജിയുടെ സന്ദേശം എന്ന് പറയുന്നത് ഓപ്പറേഷൻ അനുഭവിക്കുന്ന, അടിച്ചമർത്തലുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് കണ്ണീരൊപ്പാനുള്ള ഒരു വേദി കൂടിയായിരുന്നു മഹാത്മാഗാന്ധി എന്നുള്ളതാണ്. മാത്രമല്ല, ആൻഡ് ഹിസ് ആബിലിറ്റി ടു യുണൈറ്റ് പീപ്പിൾ ഇൻ ദ ഫൈറ്റ് ഫോർ ജസ്റ്റിസ്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഗാന്ധിജി ഒരുപാട് കാര്യങ്ങൾ തന്റെ ഫ്രീഡം സ്ട്രഗിളിലൂടെ അറിയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സ്വതന്ത്ര സമരത്തിലൂടെ അദ്ദേഹം ഒരുപാട് ആളുകൾക്ക് ദുരിതം അനുഭവിക്കുന്ന, പട്ടിണി അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർക്ക് മനക്കരുത്തായിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡസ് ദ ഫ്രേസ് ഗ്രേറ്റർ ഡ്രാമ റെഫർ ടു? ഇവിടെ ഗ്രേറ്റർ ഡ്രാമ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? The phrase great drama refers to India's ongoing fight for independence from British rule. Okay, British rule ഉണ്ടായിട്ടുള്ള സ്വതന്ത്ര സമരത്തിലുണ്ടായ കാര്യത്തെയാണ് ഇവിടെ ഗ്രേറ്റ് ഡ്രാമ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നെഹ്റു emphasizes the significance of historical moments and their fortunate opportunity to witness and participate in it. Okay, നെഹ്റു ഇതിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വം കൂടി ആയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ 8ാമത്തെ അധ്യായത്തിലൂടെ പറയാനായിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കഥയും കൃത്യമായി മനസ്സിലാക്കിയവരാണ്. അതുപോലെ ഇതിലുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസുകളും അതിന്റെ ആൻസേഴ്സുകളും ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഒരു അധ്യായമാണ് നമുക്കിവിടെ പറയാനുള്ളത്. എന്താണെന്ന് നോക്കാം. ചാപ്റ്റർ 9 ആണ് 9ാമത്തെ അധ്യായമായിട്ടുള്ള 9 ഗോൾഡ് മെഡൽസ് എന്ന് പറയുന്ന നല്ല മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ്. ഈ കവിതയുടെ ടോട്ടൽ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകളും ആൻസേഴ്സുകളുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ഒരു മോഡൽ നിങ്ങൾ മനസ്സിലായല്ലോ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ എന്ന് പറഞ്ഞാൽ ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പാരഗ്രാഫ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. അതായിരിക്കും സാധാരണയിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ എന്ന് പറയുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഓരോ ചാപ്റ്റേഴ്സ് ഒന്നും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ ഇവന്റ് വിച്ച് ഈസ് ബീയിങ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ പോയം ഈസ് ദ ഇവന്റ് ഓഫ് ടുഡേ. ഒരു ഭാഗം വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ എന്താണെന്ന് നോക്കാം. ദ കറക്റ്റ് ആൻസർ ഈസ് ബി. ലാസ്റ്റ് ദ പോയംസ് ലിറ്റിൽ ആൻഡ് the line the final event of the day was approaching. Confirm it was a culminating race എന്നുള്ളതാണ്. Okay, then next question എന്താ നോക്കാം. Find words that are opposite in meaning to each other from stanza 2.
രണ്ടാമത്തെ സെന്റൻസിൽ രണ്ടാമത്തെ സ്റ്റാൻസയിൽ പറയുന്ന ഓപ്പോസിറ്റ് വേർഡ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റാൻസ ടു മെൻഷൻ എക്സൈറ്റ്മെന്റ് ആൻഡ് ഫ്രസ്ട്രേഷൻ. എക്സൈറ്റ്മെന്റും ഫ്രസ്ട്രേഷനും അറിയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓപ്പോസിറ്റ് ഓഫ് ദിസ് വേർഡ്സ് വിത്തിൻ ദ സ്റ്റാൻസ കുഡ് ബി എക്സൈറ്റ്മെന്റ്, കാം ആൻഡ് ആൻഡിക്കേഷൻ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ കണ്ടന്റ്മെന്റ് സാറ്റിസ്ഫിക്കേഷൻ ആണ്. അതുപോലെ ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു സെക്കൻഡ് സ്റ്റാൻസയിൽ കൊടുത്തിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ആൻസറിംഗ് ദ ഫോളോവിംഗ് ക്വസ്റ്റ്യൻസ് ഇൻ സെന്റൻസ് ഈച്ച്. ഓരോ സെന്റൻസിൽ പറയുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ്. വാട്ട് ഡു ദ വേർഡ് ഗോൾഡ്, സിൽവർ ആൻഡ് ബ്രോൺസ് സ്റ്റാൻഡ് ഫോർ ഇൻ ദ പോയം? ഈ ഒരു പോയത്തില് ഗോൾഡ് എന്നും ബ്രോൺസ് എന്നും സിൽവർ എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. എന്താണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ദിസ് വേർഡ്സ് റെപ്രസെന്റ്സ് ദ പ്രൈസസ് അവാർഡഡ് ഫോർ ദ ടോപ്പ് 3 പൊസിഷൻസ്. ആദ്യ 3 പൊസിഷൻസിലുള്ള സ്ഥാനത്തുള്ള ആളുകൾക്ക് കൊടുക്കുന്ന പ്രൈസുകളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇൻ ദ റേസ്. ഓട്ട മത്സരത്തിൽ 100 മീറ്റർ ആയാലും 400 മീറ്റർ ആയാലും ഓടിക്കഴിഞ്ഞ് ടോപ്പിലെത്തുന്ന ആദ്യത്തെ 3 വ്യക്തികൾക്കുള്ള പ്രൈസുകളാണ് ഗോൾഡ്, സിൽവർ, ബ്രോൺസ് എന്ന് പറയുന്നത്. സിംബിളൈസിംഗ് വിക്ടറി ആൻഡ് അച്ചീവ്മെന്റ്. ഇവിടെ അത് സിംബിളൈസ് ചെയ്യുന്നത് വിജയത്തെയും അതുപോലെ നേട്ടത്തെയും ഒക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. വേർ ദ കോണ്ടസ്റ്റന്റ്സ് വെൽ പ്രിപ്പയർഡ് ഫോർ ദ ഇവന്റ്. എങ്ങനെയാണ് ഈ ഒരു മത്സരാർത്ഥികള് മത്സരത്തിന് വേണ്ടി പ്രിപ്പയർഡ് ആയിട്ടുള്ളത്? പിക്ക് ഔട്ട് ദ ലൈൻ ഇല്ലുസ്ട്രേറ്റിംഗ് ദിസ്. താഴെ നൽകിയിട്ടുള്ള ആൻസേഴ്സിന് അത് ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് പറയാനാണ്. ദ ലൈൻ മെനി വീക്സ് ആൻഡ് മന്ത്സ് ഓഫ് ട്രെയിനിങ്. ഒരുപാട് മാസങ്ങളായിട്ടുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെനി വീക്സ് ആൻഡ് മന്ത്സ് ഓഫ് ട്രെയിനിങ്. വർഷങ്ങളും മാസങ്ങളും ആഴ്ചകളും എടുത്തിട്ടുള്ള പരിശ്രമത്തിന്റെ ട്രെയിനിങ്ങിന്റെയും ഒടുവിലാണ് ഇങ്ങനെ ഈ ഒരു മത്സരാർത്ഥികളെ ഈ ഒരു മത്സരത്തിന് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. സജസ്റ്റ് ദേ വെയർ ഡെഡിക്കേറ്റഡ് ആൻഡ് ഹാഡ് പുട്ട് ഇൻ കൺസിഡറബിൾ എഫോർട്ട്. ഒരുപാട് ശ്രമങ്ങൾ എടുത്തിട്ടാണ് ഇവർ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരു ഫൈനൽ ഗോൾ റേസിംഗിന് ഇവിടെ എത്തിയിട്ടുള്ളത്. ആൻഡ് ഇൻഡിക്കേറ്റിംഗ് ഗുഡ് പ്രിപ്പറേഷൻ. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നല്ല പ്രിപ്പറേഷനിലാണ് എല്ലാവരും വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് എഫോർട്സ് other than training are required to prepare oneself for the sports event? Hints are given in the picture below. താഴെ കുറച്ച് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് അതിന് ആൻസർ ചെയ്യാനാണ്. The other effort required for any sports events are. എന്തെല്ലാം എഫോർട്സുകളാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് ഒരു മത്സരത്തിന് വേണ്ടി വരിക? A good sleep is important, so sleep before time and give your body the rest is the required. അതായത് നല്ല ഉറക്കം കിട്ടണം. ഏത് കോമ്പറ്റീഷൻ ആയാലും എക്സാമിന് പോവുകയാണെങ്കിലും ആദ്യം നമ്മുടെ മൈൻഡ് ഫ്രീ ആവണം. ഈ മൈൻഡ് ഫ്രീ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കണം എന്നുള്ളതാണ്. ചില വിദ്യാർത്ഥികളൊക്കെ എക്സാം ആയി കഴിഞ്ഞാൽ രാത്രി ഉറക്കമൊഴിച്ച് പഠിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ അതിന് നല്ലത് ഉറക്കമൊഴിച്ച് പഠിക്കുകയല്ല, നന്നായിട്ട് ഉറങ്ങിയതിന് ശേഷമാണ് ഏതൊരു കോമ്പറ്റീഷനിലും ഏതൊരു എക്സാമിനും നമ്മൾ പങ്കെടുക്കേണ്ടത് എന്നുള്ളതാണ്. ഈറ്റ് എ ബാലൻസ്ഡ് ഡയറ്റ്. നല്ല ബാലൻസ് ആയിട്ടുള്ള നല്ല രൂപത്തിലുള്ള ഭക്ഷണം ഡയറ്റുകൾ നമുക്ക് ആവശ്യമാണ്. ആൻഡ് ഓൾസോ കട്ട് ഡൗൺ ആൻഡ് ജങ്ക് ഫുഡ്സ്. മാത്രമല്ല ഈ ഫുഡ് ബാലൻസ് ചെയ്യുന്നതോട് കൂടി ജങ്ക് ഫുഡുകളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഡ്രിങ്ക് ലോട്ട്സ് ഓഫ് വാട്ടർ. ഒരുപാട് വെള്ളം കുടിക്കുക. എക്സസൈസ് ഡെയിലി ടു കീപ് യുവർ ബോഡി ഹെൽത്തി ആൻഡ് ഫിറ്റ്. നമ്മുടെ ഇങ്ങനെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പോൾ ഓട്ട മത്സരം ആവട്ടെ, ഹൈ ജമ്പ് ആവട്ടെ, ഏത് ഒളിമ്പിക് ഇനങ്ങളായാലും അതിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ബോഡി ഫിറ്റ് ആയിരിക്കണം. എന്നാലേ നമുക്ക് ഇതിനു വേണ്ടി ടോപ്പിലെത്താൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ബോഡി ഫിറ്റ് അല്ലെങ്കിൽ നമ്മുടെ മത്സരത്തിന് അത് ബാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരുപാട് മാസങ്ങളായിട്ടുള്ള ട്രെയിനിങ്ങിന്റെയും ഒരുപാട് സമയമെടുത്തിട്ടുള്ള എക്സസൈസിന്റെയും ഒടുവിലാണ് അവർ ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ദെൻ ഇതിന് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഹൗ വെയർ ദ ഡ്രീംസ് ഓഫ് വൺ ഓഫ് ദ കോണ്ടസ്റ്റന്റ്സ് ഡാഷ്ഡ് ഇൻ ദ ഡേറ്റ്. ഏതൊരു സാഹചര്യത്തെയാണ് ഇവിടെ എങ്ങനെയാണ് മത്സരാർത്ഥിയെ ഡാഷ്ഡ് ഇൻ ദ ഡേറ്റ് എന്ന് പറഞ്ഞത്? അതായത് ഒരാൾ വീകുമ്പോൾ എവിടേക്ക് വീണത്? ബാക്ക് ഭാഗത്തേക്കുള്ള ഒരു രീതിയിലേക്ക് വീഴുന്നതായിട്ട് പറയുന്നുണ്ട്. ഒരു മത്സരാർത്ഥി ഓടുന്നതിനിടയിൽ വീഴുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ എന്താണ് നോക്കാം. ഡാഷ്ഡ് ഇൻ ദ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മളുടെ മത്സരാർത്ഥി ഓടുന്നതിനിടയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഭാഗത്തെയാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 9 ഗോൾഡ് മെഡൽസ് എന്ന് പറയുന്ന അധ്യായത്തിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 12ാമത്തെ അധ്യായത്തെ കുറിച്ചാണ്. 12ാമത്തെ അധ്യായമായിട്ടുള്ള ഇന്ത്യൻ വിവേഴ്സ് എന്ന് പറയുന്ന അധ്യായമാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. എന്താണെന്ന് നോക്കാം. അപ്പൊ ഏത് ചാപ്റ്റേഴ്സ് പറയുമ്പോഴും അതിന്റെ ടോട്ടൽ ഭാഗങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ശേഷമാണ് അതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും ആൻസേഴ്സുകളും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തത് ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. What is the similarities between
ദ മോർണിംഗ് ടൈം ഓഫ് ദ ഡേ ഇൻ ദ ബർത്ത് ഓഫ് ചൈൽഡ്. ഓക്കെ, ഒരു കുട്ടിയുടെ മോർണിംഗ് ടൈമിനെ നമ്മൾ എങ്ങനെയാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്, ഏത് രീതിയിലാണ് എടുത്തു കാണിക്കുന്നത് എന്നുള്ളതാണ്. മോർണിംഗ് ടൈമിനെ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മളുടെ നീല കളർ, ഓക്കെ, നീല ഒരു പക്ഷിയോടാണ് മോർണിംഗ് ടൈമിനെ ഇവിടെ സിംബലൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് മോർണിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു ദിവസത്തിന്റെ തുടക്കമാണ്. ആ തുടക്കത്തെ ഒരു കുട്ടിയുടെ ജനനത്തോട് ബന്ധപ്പെടുത്തിയിട്ട് അവിടെ അവർ ഡ്രസ്സ് നയിക്കുന്നത് ഏതാണ്? ബ്ലൂ കളറുള്ള ഷർട്ടാണ്. ബ്ലൂ കളർ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഫസ്റ്റ് ഭാഗമായിട്ടാണ് കാണിക്കുന്നത്. ഒരു നീല പക്ഷിയോട് ഇവിടെ അതിനെ പാരലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ രണ്ടാമത് ഒരു ഏത് വസ്ത്രമാണ് നെയ്യുന്നത് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങള് എന്താണ് പർപ്പിൾ കളറുള്ള പീകോക്ക് കളറുള്ള ഡ്രസ്സാണ് നയിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഭാഗങ്ങൾ ഇവിടെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, കൂടുതൽ അറിയുവാൻ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൃത്യമായി ലൈവ് ക്ലാസ്സുകൾ കാണുക, മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക് യു ടു ഓൾ.